ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അടുത്തും അകലെയുമായി ശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹാവന്ദനം. ഓരോ എപ്പിസോഡുകളിലും പ്രിയപ്പെട്ട ഞങ്ങളെ വിളിക്കുകയും പ്രാർത്ഥനാ വിഷയങ്ങളിലൂടെ ഞങ്ങൾ ഈ വിഷയങ്ങളെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമുക്കെല്ലാവർക്കും വളരെ പരിചയമുള്ള ഒരു തിരുവചന ഭാഗം ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 3-ാമത്തെ വാക്യം. ഇടയൻ തൻ്റെ ആടുകളെ പേർ ചൊല്ലി വിളിക്കുന്നു. നമ്മളെല്ലാവരും വേദപുസ്തകം വളരെ സവിസ്തരമായി പഠിക്കുകയും വളരെ സവിസ്തരമായി ചിന്തിക്കുകയും ചെയ്യുന്നവരാണ്. അനേക ദൈവദാസന്മാരിലൂടെ വളരെ മനോഹരമായ ദൈവവചനം കേൾക്കപ്പെട്ടവരാണ്, അനുഗ്രഹം പ്രാപിച്ചവരാണ്, അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ നമ്മെ സമർപ്പിക്കപ്പെട്ടവരാണ്. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹം തന്നെയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ ആരംഭിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ വിളി അവസാനിക്കുകയാണ്. യഹോവ വിളിച്ചു, ദൈവം വിളിച്ചു എന്നുള്ളതായ ശബ്ദം 365 പ്രാവശ്യം നമുക്ക് കാണാൻ സാധിക്കും. ദൈവം ആദാമിനെയാണ് ആദ്യമായി വിളിച്ചത്. ആദാമേ, നീ എവിടെ എന്ന് ചോദിച്ചുകൊണ്ട്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണുന്നത്, യോഹന്നാനെ ഇവിടെ കയറി വരിക, മേലിൽ സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് 4-ാം അധ്യായം 1-ാം വാക്യം നമുക്ക് കാണാം. വെളിപ്പാട് 11:12 വായിക്കുമ്പോൾ ഇവിടെ കയറി വരിക എന്ന് പറയുന്ന ഒരു ശബ്ദവും നമുക്കവിടെ കാണാൻ സാധിക്കും. വേദപുസ്തകത്തിൽ അനേക ഭക്തന്മാരെ ദൈവം വിളിച്ചിട്ടുണ്ട്. സാഹചര്യങ്ങൾ സന്ദർഭങ്ങളും അനുസരിച്ചാണ് അവരെ വിളിച്ചത്. അബ്രഹാമിനെ ദൈവം വിളിച്ചിട്ട് കാണിപ്പാനിരിക്കുന്ന ഒരു ദേശത്തേക്ക് ഒരു യാത്ര കൊടുക്കുകയാണ്. നമുക്കറിയാം, കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെടുവാൻ പറയുന്ന ഒരു ചിത്രം നമുക്ക് കാണാം. മോശയെ ദൈവം വിളിക്കുന്നത് ആടുകളെ മേയിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് വിളിക്കുന്നത്. പൗലോസിനെ ദൈവം വിളിക്കുന്നത് ദമസ്കോസിലൂടെ യാത്ര ചെയ്യുമ്പോഴാണ്. പത്രോസിനെ ദൈവം വിളിച്ചത് മീൻ പിടിച്ച് മടങ്ങി വരുന്ന സമയത്ത് ശൂന്യമായിരിക്കുന്ന പടകിൽ നിന്നാണ് പത്രോസിനെ ദൈവം വിളിക്കുന്നത്. അനേക സന്ദർഭങ്ങളിൽ അനേക ദൈവദാസന്മാരെ ദൈവം വിളിക്കുകയാണ്. ഈ വിഷയം ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും വളരെ പരിചയമുള്ള ചില വാക്യങ്ങളും ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അതിനാധാരമായി നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഇമ്മാനുവേൽ പ്രെയർ മിഷന്റെ ഉറവന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോസ്തലനായിരിക്കുന്ന വിശുദ്ധ പൗലോസ് 3 ഭാഗങ്ങളായി വേർതിരിച്ചിട്ടുണ്ട്. 365 വിളിയെ 3 ഭാഗമായി വേർതിരിച്ചിട്ടുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും വളരെ പരിചയമുള്ള വേദഭാഗങ്ങളാണ്. ഒന്ന്, എബ്രായ ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യം. സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനെ ശ്രദ്ധിച്ചു നോക്കുകയും. അപ്പൊ അവൻ നമ്മെ വിളിച്ചിരിക്കുന്നത് സ്വർഗീയ വിളി കൊണ്ടെന്ന് പൗലോസ് പറയുന്നുണ്ട്. 2, പരമവിളിയുടെ ലാക്കിലേക്ക് ഞാൻ ഓടുന്നു. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 14-ാമത്തെ വാക്യം. പൗലോസ് പറയുന്ന ഒരു വാക്ക് എങ്ങനെയാണ്? എനിക്ക് ലാഭമായിരുന്നതൊക്കെ ഞാൻ ചെയ്തവെന്നെണ്ണി, ഇനി ഞാൻ പിൻപിലുള്ളതിനെ മറന്ന് പിടിക്കാമോ എന്ന് വിചാരിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ പരമവിളിയുടെ ലാക്കിലേക്ക് ഞാൻ ഓടുന്നു. അതൊരു സുവിശേഷകന്റെ വാക്കാണ്, ഒരു എഴുത്തുകാരന്റെ വാക്കാണ്, ഒരു ദർശകന്റെ വാക്കാണ്.
ആത്മീയ ചിന്തയും ഉണർന്നു വരുന്ന ഒരു വാക്കാണ്. പരമവിളിയുടെ ലാക്കിലേക്ക് ഞാൻ ഓടുന്നു. അനേകർ ഓടിയിട്ടുണ്ട്, അനേകർ വീണു പോയിട്ടുണ്ട്, അനേകർ പട്ടുപോയിട്ടുണ്ട്, അനേകർ വിജയം പ്രാപിക്കാതെ പാതി വഴിയിൽ നഷ്ടപ്പെട്ടവരുണ്ട്, അനേക പ്രിയപ്പെട്ടവര് വിജയത്തിൽ ചെന്നു ചേർന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഒരുപാട് ആളുകൾ ഓടി ജയിച്ചവരുമുണ്ട്. ഓടി ജയിക്കുന്നവർക്ക് നല്ലൊരു കിരീടം കിട്ടും. അത് പൗലോസ് ഇവിടെ പറയുന്നുണ്ട്, നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അപ്പോൾ നീതിയുടെ കിരീടത്തിനായിട്ടുള്ള ഓട്ടമാണ്. അത് ഓടി സുവിശേഷ പ്രയത്നത്തിൽ ഓടി ചെയ്യുന്ന ദൈവദാസന്മാർക്ക് ലഭിക്കപ്പെടുന്ന കിരീടമാണ്. പ്രിയമുള്ളവരെ, സുവിശേഷ വേലയിലായിരിക്കുന്ന നിങ്ങൾക്ക് ഒരു പ്രതിഫലമുണ്ട്. ഈ ഭൂമിയിൽ മാത്രമല്ല, നിത്യതയിൽ ചെല്ലുമ്പോൾ അവിടെ നല്ലൊരു പ്രതിഫലമുണ്ട് എന്ന് പൗലോസ് പറയുന്നുണ്ട്. പൗലോസ് പറയുവാൻ കാരണം, മൂന്നാം സ്വർഗത്തോളം പൗലോസിന് എടുക്കപ്പെട്ടത് കൊണ്ട്, ദൈവം കൊടുത്തതായിരിക്കുന്ന ദർശനത്തിന്റെ മഹിമ കണ്ടതുകൊണ്ട്, ആ മഹിമയുടെ ധനം എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പൗലോസ് പറയുകയാണ്, എനിക്ക് ലാഭമായിരുന്നത് വിധി എനിക്ക് ലാഭമായിരുന്നു. പൗരത്വം ജീവിതത്തിൽ ഒരുപാട് അഹങ്കാരത്തോടുകൂടെ പറഞ്ഞതായിരിക്കുന്ന വ്യക്തി, അതൊക്കെ ഞാൻ ക്രിസ്തു നിമിത്തം ചെയ്തമെന്നെണ്ണുന്നു. ഇനി ക്രിസ്തുവിനെ പിടിക്കുവാൻ ഞാൻ ഓടുകയാണ്. അതുകൊണ്ട് ക്രിസ്തുവിന്റെ ചൂടടയാളം ഞങ്ങളുടെ ശരീരത്ത് വഹിക്കുന്നു. ക്രിസ്തുവിന്റെ ചൂടടയാളം, ക്രിസ്തുവിന്റെ സാക്ഷിയായി, ക്രിസ്തുവിന്റെ ഒരു പടയാളിയായി ഞാൻ നിൽക്കുകയാണ്. ആ പൗലോസാണ് പിന്നെ പറയുന്നത്, അവൻ നിങ്ങളെ വിളിച്ചിരിക്കുന്നത് അതെ വിശുദ്ധ വിളിയിലേക്കാണ്. തീമോഥെയോസിന്റെ 2-ാം ലേഖനം 1-ാം അധ്യായം 9-ാമത്തെ വാക്യം. അവൻ നമ്മെ വിളിച്ചിരിക്കുന്നത് വിശുദ്ധ വിളിയിലേക്കാണ്. അപ്പോൾ നമ്മൾ ഓരോരുത്തരെയും ദൈവം വിളിച്ചത് എന്തിനാണ് വിളിച്ചത്? എഫേസ്യ ലേഖനം 1-ാം അധ്യായം 4-ാമത്തെ വാക്യം. അവിടെ വായിക്കുന്ന എങ്ങനെയാണ്? അവൻ നിങ്ങളെ വിശുദ്ധ വിളിയാൽ ലോക സ്ഥാപനത്തിന് മുൻപേ കണ്ടു. അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു. അപ്പൊ ചെറിയ തെരഞ്ഞെടുപ്പല്ല, അവൻ മുൻപേ നമ്മെ കണ്ടതുകൊണ്ട് നാം എവിടെയായിരുന്നോ അവിടെ നമ്മെ കണ്ടു. അതിനെക്കുറിച്ച് ദാവീദ് പറയുന്നത് ഇങ്ങനെയാണ്, അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഉരുവാകുന്നതിന് മുൻപ് അവൻ കണ്ടു എന്നാണ്. അമ്മയെ കാണുന്ന ഒരു ദൈവമാണ്. അതാണ് ദാവീദ് പറഞ്ഞത്, നിന്നെ മറച്ച് എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഭൂമിയുടെ അറ്റത്ത് ചെന്ന് തലവടിയുണ്ട്, പാതാളത്തിൽ കിടക്ക വിരിച്ച തലവടിയുണ്ട്, നിന്നെ മറഞ്ഞെനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പ്രിയമുള്ളവരെ, അവൻ നമ്മെ കണ്ടിരുന്നു. നഥനയേലിനെ കണ്ട ദൈവം, സക്കായിയെ കണ്ട ദൈവം എവിടെയായിരുന്നാലും നമ്മെ കാണും. ദൈവത്തിൽ നിന്ന് മറഞ്ഞു പോയാലും, ദൈവത്തെ നാം മറച്ച് യാത്ര ചെയ്താലും അവൻ്റെ കണ്ണുകൾ നമ്മെ തേടി വരും. അവൻ്റെ കണ്ണുകൾ നമ്മുടെ അരികിലേക്ക് കടന്നു വരും. ആ കണ്ണുകൾ നമ്മെ വിളിക്കുന്ന കണ്ണുകളാണ്, സ്നേഹിക്കുന്ന കണ്ണുകളാണ്, ആശ്വാസം തരുന്ന കണ്ണുകളാണ്, സ്വാന്തനിപ്പിക്കുന്ന കണ്ണുകളാണ്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനത്തിൽ ഇങ്ങനെ പറയുന്നത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, എന്നിലും എൻ്റെ പിതാവിലും വിശ്വസിപ്പേ. വിശ്വാസം എന്നതോ ആശിക്കുന്ന ഒരു ഉറപ്പും കാണാത്ത കാര്യത്തിന്റെ നിശ്ചയവുമാണ്. ഒരു വീണ്ടെടുപ്പുകാരനെ നമുക്കവിടെ കാണാം. അതാണ് പറഞ്ഞത്, ഞാൻ ആടുകളുടെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ പേർ ചൊല്ലി വിളിക്കുന്നു. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ല എന്ന് ദാവീദ് പറഞ്ഞു. ആ ദാവീദ് പറയുകയാണ്, ഞാൻ അവൻ്റെ കൈ കീഴിലെ ആടുകളാണ്. യഹോവ എൻ്റെ ഇടയനാണ്. അവൻ നല്ല ഇമ്മാനുവേലായി, അവൻ നല്ല ഇടയനായി, നല്ല പരിപാലകനായി, സർവകൃപാലുവായ ദൈവം ഈ ലോകത്തിലേക്ക് താണിറങ്ങി വന്ന, നമ്മുടെ ഉള്ളത്തിലേക്ക് ഇറങ്ങി വന്ന ആ സർവസ്വരൂപനായ ദൈവത്തിൻ്റെ മുൻപിൽ നമ്മെ സമർപ്പിക്കാം. നമ്മുടെ ആവശ്യങ്ങളെ പാദപീഠത്തിൽ വെക്കാം. കാരണം അവൻ നമ്മെ തെരഞ്ഞെടുത്തതാണ്, അവൻ നമ്മെ വിളിച്ചതാണ്, മുന്നമേ കണ്ടതാണ്. അവൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ നമ്മെ തെരഞ്ഞെടുത്തതാണ്, അവൻ നമ്മെ ദത്തെടുത്തതാണ്. പൗലോസ് അതാണ് പറയുന്നത്, അവൻ നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ആ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കിക്കൊണ്ട്, ആ വിളിയെ ഉറപ്പാക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്യാം. വിശ്വാസത്തിന്റെ നായകനെ നോക്കിക്കൊണ്ട് യാത്ര ചെയ്യാം. ഈ കാലഘട്ടം ഒരു പ്രാർത്ഥന വാരമായി തെരഞ്ഞെടുത്തുകൊണ്ട്, ഈ വർഷം പ്രാർത്ഥനയുടെ വാരമായി നമ്മുടെ ഭവനങ്ങളെ വേർതിരിച്ചുകൊണ്ട്, സമയങ്ങൾ വേർതിരിച്ചുകൊണ്ട്, മണിക്കൂറുകൾ വേർതിരിച്ചുകൊണ്ട്, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, ജോലിക്ക് വേണ്ടി, ബിസിനസ്സിന് വേണ്ടി സദാ ജാഗരിച്ചുകൊണ്ട്
രാവും പകലും വേർതിരിച്ചുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് പ്രാർത്ഥനയോടെ കടന്നു പോകാം. നിങ്ങൾ പ്രാർത്ഥിക്കുന്നു, വേർതിരിക്കുന്നു എങ്കിൽ എന്നെ വിളിച്ചറിയിച്ചാൽ ആ ഒപ്പം ഞാനിവിടെ പ്രാർത്ഥനയ്ക്കായി നിങ്ങൾക്കൊപ്പം മുട്ടുമടക്കും. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അങ്ങനെ പ്രാർത്ഥിച്ച് അനേക അനുഗ്രഹങ്ങൾ പ്രാപിക്കപ്പെട്ട അനേക കുട്ടികളുണ്ട്, വിടുതൽ പ്രാപിക്കപ്പെട്ടവരുണ്ട്. കർത്താവിന്റെ സ്തോത്രം. ബിൻസു എന്ന് പറയുന്ന ഒരു കുട്ടി 3 ദിവസക്കാലം ഉപവസിച്ചു പ്രാർത്ഥിച്ചു. അതിനുശേഷമാണ് പരീക്ഷയ്ക്ക് പോയത്. അപ്പോൾ എന്നോട് പറയുകയും ഇവിടെ ഞങ്ങൾ 2-3 ദൈവദാസന്മാർ 3 ദിവസം ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കപ്പെട്ടു, അതിന് കോടതി അഡ്മിഷൻ ലഭിക്കപ്പെട്ടു. ഇന്ന് നന്ദിയോടെ ദൈവസനയിൽ അവർ ആശ്രയിച്ച് ദൈവകൃപയിൽ ജീവിക്കും. അവർ മാത്രമല്ല, അനേക പ്രിയപ്പെട്ടവരെ വിളിക്കാറുണ്ട്, അനേകർ പ്രാർത്ഥിക്കാറുണ്ട്. അവരുടെ വിഷയങ്ങളൊക്കെ ഞങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന അനുഭവമുള്ളവരാണ് നിങ്ങൾ, അനുഭവിച്ച് ജീവിച്ചവരാണ് നിങ്ങൾ. അത് മറക്കരുത്. മറക്കാതെ നമ്മൾ ആശ്രയിച്ച് നമുക്ക് മുന്നോട്ട് കടന്നു പോകാം. പ്രാർത്ഥനയോടെ നമുക്ക് അടുത്ത് വരാം, പ്രാർത്ഥനയിൽ ജീവിക്കാം, പ്രാർത്ഥനയിൽ ശക്തിപ്പെടാം. പുതിയ അനുഭവങ്ങളും പുതിയ കൃപകളും പുതിയ കാഴ്ചപ്പാടുകളുമായി നമുക്ക് ഓരോരുത്തർക്കും ആത്മീയമായി നമുക്ക് നല്ല ദർശനത്തോടെ വളരാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, അനുഗ്രഹീതമായ നല്ല സമയത്തിനായ സ്തോത്രം. 2021 ആയിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വദേശത്തും വിദേശത്തും ജോലിയിലും ബിസിനസ്സിലും വിദ്യാഭ്യാസത്തിലും വിവിധ മേഖലകളിൽ ആയിരിക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ, അവരെല്ലാം ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അവരുടെ ചെറുതും വലുതുമായ ആവശ്യങ്ങളെല്ലാം കൂടെ ഇരിക്കണം. സകല നന്മകളും അനുഗ്രഹം കൊണ്ട് നിറയ്ക്കണം, മഹത്വം പങ്കെടുക്കണം. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധിയോടെ ഇന്ന് ഉണർന്നിടുക. ഉണരുക സഭയെ, ഉണരുക സഭയെ, വിശുദ്ധിയോടെ ഇന്ന് ഉണർന്നിടുക. നീതിயின் സൂര്യൻ വെളിപ്പെടുവാൻ കാലമിങ്ങടുത്തിടാറായി. നീതിயின் സൂര്യൻ വെളിപ്പെടുവാൻ കാലമിങ്ങടുത്തിടാറായി. സിയോനിലേക്കുള്ള പുതുവഴിയെ തുറന്നു തന്നവനേശു പരൻ. സിയോനിലേക്കുള്ള പുതുവഴിയെ തുറന്നു തന്നവനേശു പരൻ. മാറാതെ എന്നും അരികിൽ വന്ന് തൻ ചിറകിൽ എന്നെ മറച്ചിടുന്നു. മാറാതെ എന്നും അരികിൽ വന്ന് ചിറകിൽ എന്നെ മറച്ചിടുന്നു. നീതിயின் സൂര്യൻ വെളിപ്പെടുവാൻ കാലമിങ്ങടുത്തിടാറായി. നീതിயின் സൂര്യൻ വെളിപ്പെടുവാൻ കാലമിങ്ങടുത്തിടാറായി. ഉണരുക സഭയെ, ഉണരുക സഭയെ, വിശുദ്ധിയോടെ ഇന്ന് ഉണർന്നിടുക. ഉണരുക സഭയെ, ഉണരുക സഭയെ, വിശുദ്ധി
വിശുദ്ധിയോടെ ഇന്ന് ഉണർന്നിടുക. നീതിയിൽ സൂര്യൻ വെളിപ്പെടുവാൻ കാലമിങ്ങടുത്തിടാറായി. നീതിയിൽ സൂര്യൻ വെളിപ്പെടുവാൻ കാലമിങ്ങടുത്തിടാറായി. ആത്മാവിൻ ശക്തിയാൽ നിറയ്ക്കണമേ, പുതുകൃപ എന്നിൽ പകരണമേ. ആത്മാവിൻ ശക്തിയാൽ നിറയ്ക്കണമേ, പുതുകൃപ എന്നിൽ പകരണമേ. ആനന്ദപുരത്തിൽ ഞാൻ ചെന്നിടുമ്പോൾ പാടിടുവാനൊരു ഗീതമുണ്ട്. ആനന്ദപുരത്തിൽ ഞാൻ ചെന്നിടുമ്പോൾ പാടിടുവാനൊരു ഗീതമുണ്ട്. നീതിயின் സൂര്യൻ വെളിപ്പെടുവാൻ കാലമിങ്ങടുത്തിടാറായി. നീതിயின் സൂര്യൻ വെളിപ്പെടുവാൻ കാലമിങ്ങടുത്തിടാറായി. ഉണരുക സഭയെ, ഉണരുക സഭയെ, വിശുദ്ധിയോടെ ഇന്ന് ഉണർന്നിടുക. ഉണരുക സഭയെ, ഉണരുക സഭയെ, വിശുദ്ധിയോടെ ഇന്ന് ഉണർന്നിടുക. നീതിயின் സൂര്യൻ വെളിപ്പെടുവാൻ കാലമിങ്ങടുത്തിടാറായി. നീതിயின் സൂര്യൻ വെളിപ്പെടുവാൻ കാലമിങ്ങടുത്തിടാറായി.